ഹലോ ഗൈസ്, പല കാരണത്താൽ ക്യാപിറ്റൽ നഷ്ടപ്പെട്ട് തിരിച്ചു പിടിക്കാനുള്ള സീരീസിന്റെ പാർട്ട് നമ്പർ 3. അതെ, സംഭവം ലോസ് റിക്കവറിയാണ്. അത്ര പാടല്ല, എന്നാൽ അത്ര എളുപ്പവുമല്ല. ചെയ്യാൻ പറ്റും, ക്ഷമ വേണം. നിങ്ങൾക്ക് എല്ലാവർക്കും ലോസ് വന്നത് ഒറ്റ ട്രേഡിൽ നിന്നായിരിക്കില്ല. കണ്ടിന്യൂസ്ലി മൾട്ടിപ്പിൾ ട്രേഡ്സിൽ നിന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടായിരിക്കും നിങ്ങൾ ഓവറോൾ ലോസിലായിട്ടുണ്ടാവും. ഇനി സിംഗിൾ ട്രേഡിൽ നിന്നാണ് നിങ്ങൾക്ക് ലോസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ പ്രശ്നം സ്ട്രാറ്റജിയിലോ സിസ്റ്റത്തിലോ ആണ്, അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ SL വെക്കുന്നതിനും ഒരു തിയറി ഉണ്ട്. നിങ്ങളെല്ലാവരും SL എങ്ങനെയാണ് ഇതുവരെ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? ഏതെങ്കിലും ഇൻഡിക്കേറ്ററിന്റെ അണ്ടറിലായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും സ്വിംഗ് ലോയുടെ ഹൈയിലോ, അല്ലെങ്കിൽ അതിന്റെ എബോവോ അതിന്റെ ബിലോയിലോ ആയിരിക്കും, അല്ലേ? എങ്കിൽ ഇങ്ങനെയല്ല SL സെറ്റ് ചെയ്യേണ്ടത്. SL സെറ്റ് ചെയ്യുന്നതിന് ഒരു തിയറി ഉണ്ട്. ഈ തിയറി നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിസ്ക് റെഡ്യൂസ് ചെയ്യാനും നിങ്ങളുടെ പോയ ക്യാപിറ്റൽ തിരിച്ചു പിടിക്കാനും പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു 20 ട്രേഡ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു 16 ട്രേഡ് എങ്കിലും 1:1 അടിച്ചിരിക്കണം. ഈ ഒരു മെത്തേഡ് ബാക്ക് ടെസ്റ്റ് ചെയ്ത് പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ പറയുന്ന സ്റ്റോപ്പ് ലോസ് അവിടെ പ്ലേസ് ചെയ്യാവൂ. ആ സ്ട്രാറ്റജിയിൽ നിന്ന് നിങ്ങൾ ട്രേഡ് എടുക്കുന്ന ടൈമിൽ ഏറ്റവും പെട്ടെന്ന്, ഏറ്റവും ഈസി ആയിട്ട്, ഏറ്റവും മിനിമം എത്ര പോയിന്റ് ആണോ കളക്ട് ആവുന്നത് ആ പോയിന്റ് തന്നെ ആയിരിക്കണം നിങ്ങൾ SL ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത്. സപ്പോസ് നിങ്ങളൊരു പ്രീമിയം 500 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു എന്ന് കരുതുക. ഈ 500-ൽ നിന്ന് 525, അതായത് 25 പോയിന്റ് വളരെ ഈസി ആയിട്ട് മൂവ്മെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ ആ 25 പോയിന്റ് തന്നെ ആയിരിക്കണം നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത്.